ഹായ് ഡീസ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ഫാബ്രിക് ഡൈ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരും ചെയ്ത് നോക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇതും ഡൈ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് കേട്ടോ, ഡയബിൾ ഫാബ്രിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. വൈറ്റ് കളറും അതുപോലെ തന്നെ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്, ഒരു ദാവണിയുടെ ഷോളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു മെറൂൺ കളറാണ് ഉദ്ദേശിക്കുന്നത് മുക്കി എടുക്കാൻ വേണ്ടി, ഡൈ ചെയ്ത് എടുക്കാൻ. അപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കടം കളേഴ്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലൊരു 6 പീസ് ഉണ്ട് കേട്ടോ, 6 പാക്കറ്റ് ഉണ്ട് നമ്മൾ റെഡ് മെറൂൺ കളർ. പിന്നെ അതുപോലെ തന്നെ ഡൈ ഫിക്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ടാണ് ഞാൻ ഡൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിനകത്ത് വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് വേറെ പാത്രമൊന്നും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ഇതുപോലൊരു ബക്കറ്റിനകത്താണ് ഞാൻ ഡൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിൽ തന്നെ വെച്ചിട്ട് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ തന്നെ നമുക്കിതെല്ലാം ചേർത്തെടുക്കാം കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ തന്നെ ഇതെല്ലാം ചേർത്തെടുക്കാം. എനിക്കിപ്പോൾ പറ്റാഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നല്ലോണം തിളച്ച വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ വിനാഗിരിയാണ് ചേർക്കുന്നത്. ഒരു 3 സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. കാരണം എൻ്റെ ഫാബ്രിക് ജോർജറ്റാണ്. അപ്പം ജോർജറ്റ് ആണെങ്കിൽ നമ്മൾ ഇത്തിരി വിനാഗിരി ചേർക്കണം, 2-3 സ്പൂൺ വിനാഗിരി ചേർക്കണം. അതുപോലെ തന്നെ അതിനകത്ത് കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കണം കേട്ടോ. അതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ കട്ട് ചെയ്തിടാണ്. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റാണ് ഫസ്റ്റ് ഇട്ടത്. പക്ഷേ ഒരു പാക്കറ്റ് പോലെ എനിക്ക് നല്ല ഡാർക്ക് കളർ വേണം കേട്ടോ. അപ്പോഴത്തേക്ക് ഒരു പാക്കറ്റ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കളർ കിട്ടത്തില്ല. അപ്പം ഞാനൊരു 3-4 കളർ, ഒരു 6 പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഒരു 4 പാക്കറ്റോളം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. 4 പാക്കറ്റോളം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ കാണിക്കുന്നില്ല, ഒരെണ്ണം ഇടുന്നത് കാണിക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുക്കണം കേട്ടോ. കലക്കി നല്ല മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തന്നെ നമുക്ക് ഒന്ന് അരിച്ചുകൂടെ എടുക്കണം കേട്ടോ. അരിച്ചെടുക്കണം, കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് വല്ല തരി വല്ലതും ഉണ്ടെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അതുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കാം നമുക്കൊന്ന്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാനൊരു പഴയ അരിപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യാത്തൊരു അരിപ്പുണ്ടായിരുന്നു, അപ്പം ഞാൻ അത് ഇതിന് വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ വേറൊരു ബക്കറ്റിലോട്ട് ഇതിങ്ങനെ അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് എന്നിട്ട് ഞാൻ ഇത് നമ്മളെ ഈ ഒരു ക്ലോത്ത് നമ്മൾ നനയ്ക്കണം കേട്ടോ. ഫസ്റ്റിലെ കുറച്ച് നേരം നനച്ച് വെച്ചേക്കണം. അല്ലാതെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് ഇടായിരുന്നു, നിങ്ങൾക്ക് കളർ പിടിക്കത്തില്ല. ഇത് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു തവിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. കാരണം എനിക്കിവിടെ വലിയ നീളമുള്ള തവിയാണ് എടുത്തേക്കുന്നത്. കാരണം എനിക്ക് വലിയ തടിയൊന്നും കിട്ടിയില്ല, പിന്നെ കമ്പും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തുകൊണ്ടാണ്ട് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഫസ്റ്റ് കളർ ഇത് തന്നെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ തന്നെ, അനിയത്തിയുടെ തന്നെ ഒരു വൈറ്റ് ടോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് അതും കൂടി ഒന്ന് ആദ്യമേ ഞാൻ മുക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഷോളും കൂടെ മുക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇത് മുക്കി വയ്ക്കാം. എന്നിട്ടൊരു ഞാനൊരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 10-20 മിനിറ്റോളം മതി, പക്ഷേ ഞാൻ അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് സാധാ വെള്ളമാണ് കേട്ടോ, തിളപ്പിച്ച വെള്ളമൊന്നുമല്ല. നമ്മൾ സാധാ പച്ചവെള്ളം എടുക്കുക വേറൊരു ബക്കറ്റിൽ. എന്നിട്ട് ഡൈഫിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കൂട്ടത്തിൽ, അതിനകത്ത് ഒരു കവർ ഞാൻ ഡൈഫിക്സ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അത് അതുപോലെ എടുത്ത് ഡൈഫിക്സിൽ മുക്കി വയ്ക്കുക കേട്ടോ. ഇതിലും മുക്കി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം ഡൈഫിക്സിലും മുക്കി വയ്ക്കുക. കണ്ടില്ലേ, ഞാൻ ഇതുപോലെ മുക്കി വെച്ചിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് അധികം വെയിൽ കേട്ട സ്ഥലത്തിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് ഓക്കെ, ബൈ.